ഹായ് ഫ്രണ്ട്സ്, മേജോ എഫ് കെ ചില്ലി ഗോബി റെഡിയാക്കിയിട്ടുണ്ട്. സംഭവം ടേസ്റ്റാണ്. ഈ വീഡിയോ എല്ലാവരും കാണണമെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ ചില്ലി ഗോബി ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് ഒരു 1/2 കിലോ ചില്ലി ഗോപിക്ക് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചെറിയ എരിവുള്ളത് കുഞ്ഞ് സ്പൂൺ ഇട്ടാൽ മതി മുളക് പൊടി. വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചെടുത്ത് മാറ്റി വെച്ച് ചട്ടി വെച്ച് അടപ്പത്തിച്ച് ചട്ടി വെച്ചു. എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കണം കോളിഫ്ലവർ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇട്ട് വറുത്തെടുത്തിട്ട് എല്ലാം നല്ലോണം മൊരിയണം. അപ്പോൾ ഇത് കോളിഫ്ലവർ മാത്രമല്ല, കോളിഫ്ലവറിൻ്റെ കൂട്ടത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ അത് വറുത്ത് റെഡിയാക്കി എടുക്കണം. നല്ലോണം മൊരിയിച്ചെടുക്കണം കേട്ടോ, വാട്ടരുത്, നല്ലോണം മൊരിയിക്കട്ടെ. അപ്പോൾ ഇതേപോലെ മാറ്റി വെച്ചതിന് ശേഷം കോൺഫ്ലവർ പൊടി ഇതേപോലെ വെള്ളത്തിലിട്ട് കലക്കി മാറ്റി വെക്കണം. വെള്ളത്തിൻ്റെ കളറ് വേറെ ഒന്നുമില്ല, മുളക് പൊടി മിക്സ് ചെയ്ത് വെച്ചാൽ പാത്രത്തിലെടുത്ത വെള്ളമാണ്, അതുകൊണ്ടാണ് ആ കളറ്. അപ്പോൾ 2 സവാള, 3 സവാള, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഒരു 4 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ച് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അധികം വാട്ടിക്കളയരുത്. ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 2 സ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു 2 സ്പൂൺ ചില്ലി സോസും കൂടി ഇടണം. 2 സ്പൂൺ ചില്ലി സോസ് അതിലേക്ക് ഇടണം. അത് നല്ലോണം മൂപ്പിക്കണം. അപ്പോൾ ഇത് മൂപ്പിക്കുമ്പോഴേക്കും ഇതിനകത്തൊരു മണം വരും, ഒരു വല്ലാത്തൊരു മണം ഇരിക്കുള്ളൂ. ആ മണം പോണ വരെ മൂപ്പിക്കണം. ആ മണം പോയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചേക്കണം കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കണം, ഇളക്കി മറിക്കണം. നല്ലോണം ഇളക്കി ഒന്ന് മൂപ്പിക്കണം, ചൂടാകട്ടെ, മൂക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി കോൺഫ്ലവർ പൊടി കലക്കി വെച്ചേക്കണത് ഒഴിച്ചു കൊടുക്കണം. കളറ് വേണമെങ്കിൽ ഒഴിക്കാം, ഞാൻ ഇത്തിരി ഒഴിച്ച് ഇത്തിരി ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ചില്ലി ഗോബി റെഡി, സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഓക്കെ.